ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കളിക്കാനായിട്ട് പോയിട്ടോ. കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി നല്ലൊരു മഴ പെയ്തു. ഇനി 2-3 ആൾക്കാർ വരാനുണ്ടായിരുന്നു. ആ 2-3 ആൾക്കാർ നല്ല കണക്കിന് നല്ല നനഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പറയണ എന്താണെന്ന് മനസ്സിലായില്ലല്ലോ? കേട്ടോക്കി. ഒരു നല്ല റൈഡ് ചെയ്യുന്നു ഗൈസ്. ഞങ്ങള് വട്ടപ്പറമ്പ് ഇതുവരെ മഴത്ത് കളിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയ ആൾക്കാർക്ക് പക്ഷെ ഫുഡ് കഴിക്കാനുള്ള സന്തോഷമായിരുന്നു ആ സമയത്ത് മനസ്സിൽ കൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളും വന്നു. ടിഷ്യൂ യൂസ് ചെയ്ത് നല്ലപോലെ പ്ലേറ്റും ക്ലീൻ ചെയ്തു. പിന്നെ ഇനുവിനെ ഞാൻ അപ്പോഴാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയും ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്തിയതിന് ശേഷം. അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. കുഴിമന്തി ഷവായി ആണ് കേട്ടോ ഗൈസ് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഷവായി പറയാതിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അത്രയും ടേസ്റ്റ്, അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഉന്നാലും കാര്യങ്ങളൊക്കെ ആടിയിട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി പറയുകയാണെങ്കിൽ. പിന്നെന്താ പറയുക, ഇത് മുത്തമ്മയും ഇവരാണ് മെയിനായിട്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് ഞങ്ങൾക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി ഇരിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി കേട്ടോ. അതൊരു വേറെ വൈബ് തന്നെയല്ലേ. പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് ഉണ്ടായത്. ഞങ്ങൾ മാത്രം പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂട്ടിയിലല്ലേ വന്നത്. അപ്പോൾ മൂത്താപ്പി ഞാനും എൻ്റെ കസിനും പാടെ അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ മൂത്താപ്പി ചോദിച്ചാൽ ഒരു കോഫി കുടിച്ചാലോ? അപ്പോൾ പിന്നെ എന്താ കോഫി മതി എന്നുള്ള ഒരു പറച്ചിലായിരുന്നു ഇപ്പോൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ മേ ബി ബാക്കിയുള്ള ആൾക്കാർ കാണുമ്പം കുറച്ച് പ്രശ്നമാവാം. കാരണം അവരെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടി ഒപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാരും കൂടെ കുറച്ച് കോഫിയും കുടിച്ചു. അവർ ബ്രെഡ് പോക്കറ്റ് ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഓരോ വിശപ്പുണ്ടായിരുന്നില്ല. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്രെഡ് പോക്കറ്റ് ഷവർമ എവിടെ പോയാലും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അത് പിന്നെയും കഴിച്ചു. നല്ല അടിപൊളി സാധനമായിരുന്നു. അപ്പം നമ്മൾ കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.